ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം കൊണ്ട് 1000 മേളിൽ ഫോളോവേഴ്സിനെ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് കൂട്ടാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ കാണുക. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 100% സേഫ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ എങ്ങുമേ ലോഗിൻ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ മച്ചാന്മാരെ, എന്തായാലും നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് അടിക്കരുത്. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലല്ല ഈ ലിങ്ക് കൊടുത്തേക്കുന്നത്. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷൻ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും ലോഡായി എത്തുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഫ്രീ ഫോളോസ് ഇടുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ താഴെ കണ്ടോ ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ജോബ് മെസ്സേജ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് എന്തുവാന്ന് വെച്ചാൽ, ഇപ്പോൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്നവർക്ക് ഓൺലൈൻ ജോബ് ചെയ്തുകൊണ്ട് വലിയ ഏണിങ്സ് ഒന്നും കിട്ടുമെന്ന് പറയുന്നില്ല. എന്നാൽ നമുക്ക് ഒരു ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ദിവസം ഒരു 100-300 രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റും. അപ്പം ഇതേപോലെ ഓൺലൈൻ ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നെ താഴെ ക്ലിക്ക് ചെയ്താൽ മതി. അവരുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഓൺലൈൻ ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. ഈ ഫ്രീ ഫോളോസ് കിട്ടുന്നത് എങ്ങനെ പോകണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കോളേജിലും +2 +1 ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ തോനെയുള്ളവർക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ്. അപ്പോൾ അതിന് വേണ്ടി ആ ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫുഡൊക്കെ മേടിക്കാനുള്ള പൈസ ഇതുവഴി നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രീ ഫോളോസ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ, മച്ചന്മാരെ, ഇവിടെ ഒരു ടാസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കേരള ബൂസ്റ്റർ ഇൻസ്റ്റാഗ്രാം പേജ് വരും. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് 25 പേരെ ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം. മച്ചാൻ എനിക്കിതിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കാണാൻ താഴെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ നടുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ പ്ലേ ആവും. എന്നിട്ട് നിങ്ങൾ ആ 1 മിനിറ്റിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണിത് കണ്ടോ, ഇതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിലുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താലേ ഇത് അൺലോക്ക് ആവുള്ളൂ. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എല്ലാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൺലോക്ക് ആയിട്ട് ഏത് പേജിലേക്കാണ് ഫ്രീ ഫോളോസ് ഇടുന്ന പേജിലേക്കാണ് വരുന്നത്, ആ പേജ് ഏതാണെന്ന് കാണിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മച്ചന്മാരെ ഒറിജിനൽ അക്കൗണ്ടൊന്നും കൊണ്ട് ലോഗിൻ ചെയ്ത് കളയരുത്, അക്കൗണ്ട് അടിച്ചു പോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഈ സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്യാൻ വേണ്ടി. ആ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൻ്റെ വെറും യൂസറിനെ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഫോളോസ് കിട്ടാം. അതാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 100% സേഫ് ആണെന്നുള്ള കാര്യം. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എൻ്റെ ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോക്സ് ചെയ്യാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് ബോക്സ് ചെയ്യാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഗൈസ്, ഞാൻ അങ്ങനെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും താഴെ തന്നെ കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പണിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചെടുത്തൊന്നും നിങ്ങൾക്ക് ഫോളോസ് വാങ്ങാവുന്നതാണ്. അതും 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മളിവിടെ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വല്പം നേരം വെയിറ്റ് ചെയ്യണം, നമ്മൾ ക്ലോസോ ഒന്നും ചെയ്യരുത്. ഇത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കുന്നുണ്ടോ പ്രോസസ്സിങ് പ്ലീസ് വെയിറ്റ്. ഓക്കെ, ഇതാണ്ട് ലോഗിനായി ഗൈസ്, ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഫോളോവേഴ്സിൻ്റെ ക്രെഡിറ്റ്സ് 40 ഉണ്ട്. 40 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 40 ഫോളോവേഴ്സിനെ കൂട്ടാമെന്നുള്ളതാണ്. അതേപോലെ ലൈക്സിൻ്റെ ക്രെഡിറ്റ്സ് നമ്മൾക്ക് 40 ഉണ്ട്, 40 ലൈക്ക് കൂട്ടാം. ഇപ്പോൾ ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുക, ലൈക്സ് കൂട്ടാൻ നേരത്ത് അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന ഏത് ഫോട്ടോയ്ക്കാണോ ഏത് റീലിനാണ് ലൈക്ക് കൂട്ടുന്നത് ആ റീലിൻ്റെ ലിങ്കോ ഫോട്ടോയുടെ ലിങ്കോ കൊടുക്കുക. വ്യൂസ് കൂട്ടാൻ നേരത്ത് വ്യൂസ് റീലിൻ്റെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂട്ടണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. ഓക്കെ, അപ്പോൾ താപ്പോട്ട് നീക്കി വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം സർവീസ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഗോ എന്നുള്ള ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളാണ് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം ലൈക്സ്, ഇൻസ്റ്റാഗ്രാം വ്യൂസ്, ഇൻസ്റ്റാഗ്രാം കമൻറ്റ്, ഇമോജി കമൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ്. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു പേജിലേക്കാണ് ലോഡ് ആവുന്നത്. ജസ്റ്റ് ഈ ഒരു പേജ് തന്നെ ആയിരിക്കും. ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നാൽ ഇവിടെ യൂസർ നെയിം, അതായത് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെട്ടത്തിനൊന്നും കുറവില്ലല്ലോ മച്ചാന്മാരെ, അതായത്
ചില സമയത്ത് എനിക്ക് ഈ വെട്ടം കിട്ടുന്നില്ല എന്നുള്ളത് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തെന്നി മാറാതെ കാര്യത്തിലേക്ക് കടക്കാം. ഇൻസ്റ്റഗ്രാം യൂസർ നെയിം എന്നുള്ള ബോക്സിൽ നിങ്ങളുടെ ഒറിജിനൽ, അതായത് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട ഒറിജിനൽ ഇൻസ്റ്റാഗ്രാമിലേക്കല്ലേ, അപ്പോൾ ആ ഒരു ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം ഫസ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറുള്ളൂ. ഓക്കെ, പ്രൈവറ്റ് ആണെങ്കിൽ കയറത്തില്ല, പബ്ലിക് ആയിരിക്കണം. ശേഷം ഇവിടെ എമൗണ്ട് എന്നുള്ള ബോക്സിൽ 10 ആയിരിക്കും കിടക്കുന്നത്. ആ 10 അവിടെ നിന്ന് മാറ്റിയിട്ട് 40 ആക്കുക. 40 ആക്കിയതിന് ശേഷം നിങ്ങളിവിടെ സെൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് കയറുന്നതായിരിക്കും. വിത്തിൻ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുമല്ലേ അപ്പം തന്നെ കയറുന്നതാണ്. അപ്പം 40 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 40 ഫോളോവർ. ഇപ്പം നമ്മൾ ഒരു വട്ടം ഫോളോവർ കൂട്ടിയാൽ പിന്നെ നമുക്ക് എപ്പോൾ കൂട്ടാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഇത് കാണും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഫോളോവർ കൂട്ടിയാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.